ദൈവത്തിന് മഹത്വം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യം 18 വരെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നദ്ധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാക്കിയുടെ പ്രവചനം ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അവസാന സന്ദേശമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രവാസാനന്തര കാലഘട്ടത്തിലെ 3-ാമത്തതും ഒടുവിലത്തതുമായ പ്രവാചകനാണ് മലാക്കി. യഹോവയുടെ ദൂതൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. മലാക്കിയുടെ കാലത്ത് പുരോഹിത വൃന്ദത്തിൻ്റെ ആരാധന രീതി ഏറ്റവും ദുഷിച്ച നിലയിലുള്ളതായി തീർന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തം ജീവിത രീതി, കപടഭക്തി, അവിശ്വസ്തത, വിവാഹമോചനം, ദൈവിക കാര്യങ്ങളിലുള്ള പിന്മാറ്റങ്ങൾ, ഇതെല്ലാം മലാക്കിയുടെ പ്രവചനത്തിൽ ശക്തമായി മലാക്കി അപലപിക്കുകയാണ്, വിമർശിക്കുകയാണ്. ദൈവം തങ്ങളെ ശരിയായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഇസ്രായേൽ ജനത്തിന് സംശയമായിരുന്നു. ദൈവത്തെ ആത്മാർത്ഥമായി സേവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് യഹൂദജനം പരാതി പറഞ്ഞപ്പോൾ നീതിമാന്മാർക്ക് ഉടനെ പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷെ ദൈവഭക്തന്മാരുടെ സംസാരം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നിരാശയുടെയും പിറുവിറുപ്പിൻ്റെയും വാക്കുകൾ ദൈവം വെറുക്കുന്നു. ദൈവം അവരോട് പറയുന്നു, നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളുടെ കാര്യം എന്നേക്കുമായി മറുപടി തരാതെ വിട്ടുകളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്, ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്ക്, ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക്, അനുഗ്രഹമായിരിക്കുന്നവർക്ക് നന്മകൾ നഷ്ടമല്ല, ജീവിതത്തിൽ താഴ്ചകളല്ല, ഉയർച്ചകളാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സ്മരണ പുസ്തകം വെച്ചിട്ടുണ്ട്. ഒരു അപ്പൻ തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ ആദരിക്കും. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്ന നിലയിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതി അവരെ നിത്യജീവന് അവകാശികളാക്കും. എന്നാൽ തൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുകയും ചിലവിടുകയും ചിലവാക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ നിലവിളിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത തൻ്റെ ജനത്തെ മറന്നു കളവാൻ അനീതിയുള്ളവനല്ല. അവനൊരു പുസ്തകം, സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളെ അവൻ ഓർക്കും, നിങ്ങളുടെ സാഹചര്യത്തെ അവൻ ഓർക്കും. ദൈവത്തെ സേവിച്ചതിനാലുള്ള മാന്യതകളും വ്യത്യാസങ്ങളും മറ്റുള്ളവർ മനസ്സിലാകത്തക്കവണ്ണം വീണ്ടും കാണും. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭാരവും ദുഃഖവും ഉള്ളവരാകുമ്പോൾ
ഞങ്ങളെ ദൈവം മറന്നുപോവോ എന്ന് ഞങ്ങൾ ഭയപ്പെടുമ്പോൾ, ഞങ്ങളെ മറന്നിട്ടില്ല എന്നും ഞങ്ങൾക്ക് വേണ്ടി സ്മരണയുടെ പുസ്തകമുണ്ടെന്നും അതിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ നിർണയങ്ങളുണ്ടെന്നും ഞങ്ങൾ അവിടുത്തെ നിക്ഷേപമാണെന്നും അറിയുന്നു. ഞങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസവും മാനിക്കുന്ന ഒരു ദിനവും ഉണ്ടല്ലോ. വീണ്ടും ദൈവത്തെ സേവിക്കുന്നവർക്കുള്ള മാന്യതകളെ വെളിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.